സഹോദരീ സഹോദരന്മാരെ, ഇന്ന് രാത്രി സുവിശേഷത്തിലൂടെ വചനം ശാന്തമായ ശക്തിയോടെ പ്രതിധ്വനിക്കുന്നു. സത്രത്തിൽ അവർക്ക് സ്ഥലമില്ലായിരുന്നു. സ്ഥലമില്ല. കുട്ടി അപകടകാരിയായതുകൊണ്ടല്ല, ഹൃദയങ്ങൾ നിറഞ്ഞിരുന്നതുകൊണ്ടാണ്. ഭയം, നിയന്ത്രണം, സംശയം, ശക്തി എന്നിവയാൽ. ആദ്യ ക്രിസ്മസ് സുഖകരമായിരുന്നില്ല. റോമൻ അധിനിവേശത്തിൻ കീഴിൽ, ദാരിദ്ര്യത്തിന്റെ നിഴലിൽ, കടം വാങ്ങിയ ഒരു തൊഴുത്തിൽ, തൊട്ടിലിനു പകരം പുൽത്തൊട്ടിയോടെ അത് സംഭവിച്ചു. എന്നിട്ടും വചനം മാംസമായി. ഇന്ന് നമ്മുടെ സ്വന്തം നാട്ടിൽ ആ വചനം വീണ്ടും പ്രതിധ്വനിക്കുന്നു. ഇന്ത്യയിലെ ഈ ക്രിസ്മസിൽ സന്തോഷവും സ്വാതന്ത്ര്യവുമുണ്ട്. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തോടുള്ള ഒരു തണുപ്പും വർദ്ധിച്ചുവരുന്നു. സമീപകാലങ്ങളിൽ ക്രിസ്മസ് ശുശ്രൂഷകൾ തടസ്സപ്പെട്ടു. പാസ്റ്റർമാരെ കസ്റ്റഡിയിലെടുത്തു. കരോൾ ഗ്രൂപ്പുകളെ നിർത്തിവച്ചു. ആഘോഷങ്ങൾ റദ്ദാക്കാൻ സ്കൂളുകൾ സമ്മർദ്ദത്തിലായി. കേരളത്തിലെ ചില സ്കൂളുകളിൽ കുട്ടികൾ ക്രിസ്മസ് ആഘോഷിക്കാൻ പണം പിരിച്ചെടുത്തു. വലതുപക്ഷ ഗ്രൂപ്പുകളുടെ സമ്മർദ്ദത്താൽ ഭയന്ന് അത് മടത്തി തിരിച്ചു കൊടുക്കേണ്ടി വന്നു. പാലക്കാട്ട് തെരുവിൽ കരോൾ പാടുന്ന യുവാക്കളെ ആക്രമിച്ചു. ഒഡീഷയിലെ പുരിയിൽ സാന്താ തൊപ്പികൾ വിൽക്കുന്ന ദരിദ്രരായ വഴിയോര വ്യാപാരികളെ ഭീഷണിപ്പെടുത്തി അടച്ചുപൂട്ടാൻ നിർബന്ധിച്ചു. ക്രിസ്മസിന് ഇവിടെ സ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വചനം വീണ്ടും പ്രതിധ്വനിക്കുന്നു. സത്രത്തിൽ അവർക്ക് സ്ഥലമില്ലായിരുന്നു. ഇവ വിദൂരകങ്ങളല്ല. അവർ നമ്മുടെ അയൽക്കാരാണ്, നമ്മുടെ സഹോദരീ സഹോദരന്മാരാണ്. എന്നിട്ടും വചനം ജഡമായി. ഹെരോദ് ശിശുവിനെ ഭയപ്പെട്ടു. കാരണം ഒരു ശിശുവായിരിക്കുമ്പോഴേ യേശു അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും വ്യാജദൈവങ്ങളെ ഭീഷണിപ്പെടുത്തി. ഹെരോദിന് കുട്ടികളെ കൊല്ലാൻ കഴിഞ്ഞു, പക്ഷേ പ്രത്യാശയെ കൊല്ലാൻ കഴിഞ്ഞില്ല. സത്രത്തിന് വാതിലടയ്ക്കാൻ കഴിഞ്ഞു, പക്ഷേ ഇമ്മാനുവേലിനെ തടയാൻ കഴിഞ്ഞില്ല. ദൈവം നമ്മോടൊപ്പമുണ്ട്. ബെത്ലഹേമിലെ വയലുകളിൽ ഇടയന്മാർ ഭയപ്പെട്ടു. ദൂതൻ സൂക്ഷിക്കണമേ എന്ന് പറഞ്ഞില്ല. ദൂതൻ പറഞ്ഞു, ഭയപ്പെടേണ്ട. എന്തുകൊണ്ട്? കാരണം ഈ സന്തോഷം എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ളതായിരുന്നു. മതത്തെ നിയന്ത്രിക്കാനോ നിശബ്ദമാക്കാനോ മായ്ച്ചുകളയാനോ ആഗ്രഹിക്കുന്നവരെ അതേ സന്തോഷം ഇന്നും അസ്വസ്ഥമാക്കുന്നു. എന്നാൽ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ചങ്ങലകൾക്ക് വചനത്തെ ബന്ധിക്കാൻ കഴിയില്ല. പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ ജയിലിൽ സ്തുതിഗീതങ്ങൾ ആലപിച്ചു. അവർ പാടുമ്പോൾ ജയിൽ കുലുങ്ങി. കോപത്താൽ അല്ല, വിശ്വാസത്താൽ. ഇന്ന് ഇന്ത്യയിലെ പല ക്രിസ്ത്യാനികളും ഇതേ നിഗൂഢതയിൽ ജീവിക്കുന്നു. തെറ്റായ ആരോപണങ്ങൾ, ജോലിനഷ്ടം, സാമൂഹിക ബഹിഷ്കരണം, അക്രമം, ഇതെല്ലാം അവർ നേരിടുന്നു. ഇപ്പോഴും അവർ ഒത്തുകൂടുന്നു, ക്ഷമിക്കുന്നു, സേവിക്കുന്നു, പാടുന്നു. മറിയ നമുക്ക് വഴി കാണിക്കുന്നു. അവൾ ഉറപ്പില്ലാതെ അതെ എന്ന് പറഞ്ഞു. സംശയത്തിന്റെ നിഴലിൽ യേശുവിനെ വഹിച്ചു. രാത്രിയിൽ അഭയാർത്ഥിയായി ഓടിപ്പോയി. എന്നിട്ടും ഭയത്തേക്കാൾ വാഗ്ദാനത്തിൽ വിശ്വസിച്ചു. നമ്മുടെ രാജ്യത്തെ പല ക്രിസ്ത്യൻ കുടുംബങ്ങളും ഇന്ന് അതേയിൽ ജീവിക്കുന്നു. വാതിലിലെ ഭയം, കുട്ടികളെക്കുറിച്ചുള്ള ഭയം, ഭാവിയെക്കുറിച്ചുള്ള ഭയം. എന്നിട്ടും അവർ വിശ്വസ്തരായി തുടരുന്നു. നമ്മുടെ കാര്യം ഒരുപക്ഷെ ആരും നമ്മെ തടയുന്നില്ലായിരിക്കാം. എന്നിട്ടും എത്ര എളുപ്പത്തിൽ നാം നമ്മുടെ വിശ്വാസം മറയ്ക്കുന്നു. ക്രിസ്മസിനെ വെളിച്ചങ്ങളിലേക്കും ഷോപ്പിംഗിലേക്കും ശബ്ദത്തിലേക്കും എത്ര വേഗത്തിൽ ചുരുക്കുന്നു. ചിലർക്ക് ഒരു നക്ഷത്രം പോലും തൂക്കിയിടാൻ കഴിയാത്തപ്പോൾ നമ്മുടെ സ്വന്തം സാക്ഷ്യത്തെ മങ്ങിക്കാൻ നാം പ്രലോഭിതരാകുന്നു. ഇന്ന് രാത്രി ക്രിസ്മസ് നമ്മോട് ഒരു ചോദ്യം ചോദിക്കുന്നു. നമ്മൾ സുഖപ്രദരായ ക്രിസ്ത്യാനികളായി തുടരുമോ, അതോ ധീരരായ വിശ്വാസികളോ? ക്രിസ്മസിന്റെ കേന്ദ്രത്തിൽ ദിവ്യകാരുണ്യമുണ്ട്. പുൽത്തൊട്ടിയിൽ കിടക്കുന്ന കുട്ടി അൾത്താരയിൽ കിടക്കുന്ന അതേ കർത്താവാണ്. അവനെ സ്വീകരിക്കാൻ എല്ലാം പണയപ്പെടുത്തുന്നവർക്ക് ഓരോ ആമേനും ധീരതയുടെ പ്രവൃത്തിയാണ്. നമ്മൾ സുരക്ഷിതമായി കുർബാന സ്വീകരിക്കുമ്പോൾ ഭയത്തോടെ അവനെ സ്വീകരിക്കുന്നവരെ ഓർക്കാം. കരോൾ ഗാനങ്ങൾ നിശബ്ദമാക്കിയ കുട്ടികളെ, ആഘോഷങ്ങൾ റദ്ദാക്കിയ വിദ്യാർത്ഥികളെ, പാവപ്പെട്ട വ്യാപാരികളെ റോഡരികിൽ നിന്ന് ആട്ടിയോടിച്ചവരെ. അതെ, അവർക്ക് ക്രിസ്മസിനെ പുറത്തു നിർത്താം. പരിപാടികൾ റദ്ദാക്കാം, വാദ്യങ്ങൾ തകർക്കാം, പൊതു ഇടങ്ങൾ അടയ്ക്കാം, വിൽപ്പനക്കാരെ ഓടിക്കാം. പക്ഷേ അവർക്ക് ക്രിസ്മസ് തന്നെ തടയാൻ കഴിയില്ല. കാരണം ക്രിസ്മസ് ആദ്യം പുറത്തുള്ള ഒരു സംഭവമല്ല, അത് ഉള്ളിലെ ഒരു ജനനമാണ്. തെരുവുകളിൽ ആഘോഷിക്കുന്നത് തടയാം, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തു ജനിക്കുന്നത് തടയാൻ അവർക്ക് കഴിയില്ല. ഒരു നിയമത്തിനും നിങ്ങളുടെ ഹൃദയത്തെ പൂട്ടാൻ കഴിയില്ല. ഒരു ജനക്കൂട്ടത്തിനും അത് അടച്ചുപൂട്ടാൻ കഴിയില്ല.
നിങ്ങൾ മാത്രം തീരുമാനിക്കുക. നിശബ്ദമായി, വിശ്വസ്തയോടെ, ധൈര്യത്തോടെ. അവൻ ഇടം നൽകിയാൽ മുറിവേറ്റ സ്ഥലങ്ങളിൽ പോലും വെളിച്ചം പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. അതിനാൽ ഞങ്ങൾ ഒരിക്കൽ കൂടി പറയാൻ ധൈര്യപ്പെടുന്നു, ശബ്ദത്തേക്കാൾ ധൈര്യത്തോടെ. ക്രിസ്മസ് ആശംസകൾ. ആമേൻ. Ho ho, before you go, a quick Christmas thank you. Thank you for listening to the Echoes of the Word today. If this blessed you, would you